ഞാനിവിടെ നിന്ന് എൻ്റെ കുഞ്ഞാന്ന് വിളിച്ചു കഴിഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും മന്ന. ഇനി ഞാൻ ആരും വിളിക്കും. അല്ല ഇവരെ ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കണ കൊച്ചനെ ഇവരൊന്നുമല്ല. അവരിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അവനോട് ചോദിച്ചാൽ അവൻ പറയും, സത്യം അവൻ പറയും. അതിന് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അതിൻ്റെ വീട്ടുകാർക്കുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരുത്തൻ്റെ അവിടെ കിടന്നുള്ളവരൊക്കെയുണ്ട്. എൻ്റെ ചേട്ടന അവൻ്റെ കൊച്ച് എൻ്റെ കൊച്ച് ഒരുമിച്ച് സ്കൂളിൽ പോവുകയും വരികയും ചെയ്യണം അംഗൻവാടിയിൽ. ആ കൊച്ചിനോട് ഇനി എന്ത് പറയും? കൂട്ടുകാരി എല്ലാം ഉണ്ടായിരിക്കണം. കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ ഇന്നിവിടെ ഒരുമിച്ച് ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ഈ വീട്ടിലിരുന്ന് രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കണം. അതിനോടൊക്കെ എന്താ പറഞ്ഞത്? ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എറണാകുളത്ത് പിഞ്ചു കുഞ്ഞായ 4 വയസ്സുള്ള ഒരു കുട്ടിയെ സ്വന്തം അമ്മ പുഴയിലെറിഞ്ഞ് കൊന്ന സംഭവം മലയാളികളുടെ മനസ്സിനെ ഏറെ വേദനിപ്പിച്ചിരുന്നു. എന്നാൽ അതിലൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. ആ കുട്ടി ഏകദേശം 2.5 വർഷത്തോളമായി പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ള ഒരു ദുഃഖിക്കുന്ന ഒരു വാർത്തയാണ് കേരളക്കര ഇപ്പോൾ ഇന്ന് രാവിലെ അറിഞ്ഞത്. ഏകദേശം സ്വന്തം അച്ഛൻ്റെ അനുജൻ തന്നെ, പിതൃ സഹോദരൻ തന്നെയാണ് ഈ കുട്ടിയെ ഏകദേശം വർഷങ്ങളായി പീഡിപ്പിച്ചു കൊണ്ടിരുന്നത്. ആ അമ്മ കുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊന്നതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തുകയും ആ പോസ്റ്റ്മോർട്ടത്തിൽ ശരീരത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവും അതുപോലെ തന്നെ രക്തസ്രാവം കണ്ടെത്തിയതിനെ തുടർന്ന് പരിശോധനയിലാണ് ഈ കാര്യങ്ങൾ എല്ലാം വ്യക്തമായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വന്തം കുടുംബക്കാരെ ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. അതിന് പിറ്റേന്ന് പിതൃ സഹോദരനെ വിളിപ്പിക്കുകയും സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ തെറ്റ് പറ്റിപ്പോയി എന്നുള്ള കുറ്റസമ്മതമാണ് അദ്ദേഹം അവിടെ വെച്ച് നടത്തിയത്. എന്നാൽ അതിലും തീർന്നില്ല. അതിനുശേഷം ഒരുപാട് ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഈ കുട്ടി ഒന്നല്ല ഏകദേശം 10ൽ കൂടുതൽ തവണ വളരെ മൃഗീയമായ പീഡനത്തിന് ഇരയായിരുന്നു എന്ന് പറയുന്ന വേദനാജനകമായ ഒരു സംഭവം കേരളക്കരയിലേക്ക് എത്തിയത്. ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ്. സ്വന്തം അച്ഛൻ്റെ അനുജനാണ്, അതും ഏകദേശം 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മോളെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും നഴ്സറി പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവരോട് വരെ കാമം തോന്നുന്ന ഇത്തരം പരനാറികളെ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ അറബി രാഷ്ട്രത്തിലൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ തീർച്ചയായിട്ടും അവൻ്റെ തല വെട്ടിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. പക്ഷേ നമ്മളെ നാട്ടിലായതുകൊണ്ട് ബീഫും അതുപോലെ തന്നെ ചപ്പാത്തിയും എല്ലാം തിന്ന് ഒരു ജീവപര്യന്തം തടവിലങ്ങോട്ട് ഒതുങ്ങും. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അതൊന്നും കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. തീർച്ചയായിട്ടും വളരെ ശക്തമായ നിയമവും അതുപോലെ തന്നെ ശക്തമായ നടപടികളും പെട്ടെന്ന് തന്നെ നിയമം നടപ്പിലാക്കി നീതി ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് നമുക്ക് ആ പരനാറിയുടെ അഭിനയം നമുക്ക് ആദ്യമായി ഒന്ന് കാണാം. ഞാനിവിടെ നിന്ന് എൻ്റെ കുഞ്ഞാന്ന് വിളിച്ചു കഴിഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും മന്ന. ഇനി ഞാൻ ആരും വിളിക്കും. അല്ല ഇവരെ ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കണ കൊച്ചനെ അവരാരെങ്കിലും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ട സമയം വരുമ്പോൾ ചേച്ചി എന്തെങ്കിലും ഇത് പറഞ്ഞ് ഇവിടെ ഒച്ചപ്പാടുണ്ടാകും. അത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ ചേച്ചി പറയും സുഭാഷ് തല്ലി ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് കംപ്ലയിൻറ്റ് പറയും. അങ്ങനെ അവിടെ ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള ഒരു കാരണമാണ് അത്. അങ്ങനെയില്ല, മിണ്ടാട്ടം തന്നെ ഞങ്ങളോട് വളരെ കുറവ്. അങ്ങോട്ട് ചോദിച്ചാൽ മാത്രം എന്തെങ്കിലും പറയുമോ ഇതും ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, വളരെ ട്രാക്കായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. അദ്ദേഹം അച്ഛനെ സമാധാനിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഈ അമ്മയെ കുറ്റപ്പെടുത്തുന്നതും നിങ്ങൾക്ക് കാണാം. അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളോടൊന്നും അധികം സംസാരിക്കാറില്ല, ഇവിടുന്ന് ചോദിച്ചിട്ട് അങ്ങ് വീട്ടിലേക്ക് പോകാറാണ് പതിവ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിച്ചാൽ മാത്രമേ മറുപടി പറയൂ എന്നെല്ലാം പറഞ്ഞ് വളരെ പ്ലാൻഡ് ആയിട്ടാണ് അദ്ദേഹം വന്ന് അവിടെ നിന്ന് ഒരു നാടകം കളിച്ച് രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമവും അദ്ദേഹം നടത്തിപ്പോകുന്നത്. എന്നാൽ സ്വന്തം അച്ഛൻ പറയുന്നുണ്ട്, ഇന്ന് രാവിലെ വരെ എനിക്ക് ചോറ് വെച്ചു അതുപോലെ തന്നെ ചായയും എല്ലാം തന്നതിന് ശേഷമാണ് ഇവിടെ നിന്ന് പോയത്. അതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. മാനസിക വിഭ്രാന്തി ഉണ്ട് എന്നൊക്കെ പറയുന്നത് കളവാണ് എന്നും യാതൊരു കുഴപ്പവുമില്ല എന്നും ഞാനും അതുപോലെ തന്നെ ഭാര്യയും തമ്മിൽ കാര്യമായ പിണക്കങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് ഞാനൊരു പ്രാവശ്യം ചെറിയ രീതിയിൽ ഉപദ്രവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് സ്വന്തം ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്നത്. നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. ഞാനിവിടെ നിന്ന് എൻ്റെ കുഞ്ഞാന്ന് വിളിച്ചു കഴിഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും മന്ന. ഇനി ഞാൻ ആരും വിളിക്കും. ഓരോന്നുമല്ല, അവരിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അവനോട് ചോദിച്ചാൽ അവൻ പറയും, സത്യം അവൻ പറയും.
ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും സംഭവങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവനോട് ചോദിച്ചാൽ അവൻ പറഞ്ഞു തരും. അല്ലാണ്ട് ഞാൻ നുണയൊന്നും പറയാനില്ല. ഞാൻ അവനോട് ഇപ്പോഴാണ് അവൻ്റെ അനിയത്തി മരിച്ചത് 10 മിനിറ്റ് പോലെയുള്ള അവൻ അറിഞ്ഞിട്ട്. അപ്പോൾ അവനോട് തന്നെ ചോദിച്ചു. ഞാൻ തിരുവനന്തപുരത്ത് വർക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 ദിവസമായിട്ട് വന്നിട്ട് അച്ഛന് സുഖമില്ലാന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. അതിന് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതിൻ്റെ വീട്ടുകാർക്കുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കും ചേച്ചിക്കും. അച്ഛനും ചേട്ടനൊക്കെ ഡീസൻ്റാണ്. അമ്മയ്ക്കും ചേച്ചിക്കുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കുള്ള ബുദ്ധിമുട്ടില്ല. ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുത്തൻ്റെ അവിടെ കിടന്നുള്ളവരൊക്കെയുണ്ട്. എൻ്റെ ചേട്ടന അവൻ്റെ കൊച്ച് എൻ്റെ കൊച്ച് ഒരുമിച്ച് സ്കൂളിൽ പോവും വരികയും ചെയ്യണം അംഗൻവാടിയിൽ. ആ കൊച്ചിനോട് ഇനി എന്ത് പറയും? കൂട്ടുകാരി അല്ലാണ്ടായിരിക്കണം. കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ ഒരുമിച്ച് ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ഈ വീട്ടിലിരുന്ന് 2 പേരും കളിച്ചുകൊണ്ടിരിക്കണം. അതിനോടൊക്കെ എന്താ പറയണേ? ഞാനിവിടെ നിന്ന് എൻ്റെ കുഞ്ഞാന്ന് വിളിച്ചു കഴിഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും മന്ന. ഇനി ഞാൻ ആരും വിളിക്കും? അല്ല, ഇവരെ ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കണ കൊച്ചനെ. അതൊക്കെ ഈ കൊച്ചിനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയും എൻ്റെ ഭാഗം പറയണമെന്ന് പറയില്ലേ. കൊച്ചു നോണ പറയില്ലല്ലോ. കൊച്ചിനോട് ചോദിച്ചു. എന്നോട് വിരോധമൊന്നും കാണിച്ചിട്ടില്ല. ആ പിന്നെ ഞാൻ ഇന്നലെ കൂടെ കൂടി എനിക്ക് രാവിലെ ചായ എടുത്ത് കൊണ്ടുവന്ന് എല്ലാ സാധനങ്ങളും ചെയ്ത് എല്ലാം ചെയ്തിട്ട് പോയതാണ്. ഇതേ അവിടെ ചോറും വെച്ച്, ഒരു കാലം ചോറും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് പോയതാണ്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു പോലുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പം നിങ്ങളാരും ചെന്ന് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള സത്യം പറയുമെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ കാര്യങ്ങളെല്ലാം അച്ഛൻ പറയുന്നുണ്ട്. എല്ലാവരും എന്നെ വെറുതെ കുറ്റം പറയുകയാണ് എന്നും ഞാൻ പുറത്താണ് വർക്ക് എടുക്കുന്നത് എന്നും വന്നിട്ട് അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് വീട്ടിലേക്ക് വന്നതാണ്, 2 ദിവസമായിട്ടേ ഉള്ളൂ എന്നും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നും ഭാര്യ വീട്ടിൽ പോകുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നും അവിടെയുള്ള കുറച്ച് ആൾക്കാർക്ക് പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അവർക്കും ഈ മരണത്തിൽ പങ്കുണ്ട് എന്നൊക്കെ അച്ഛൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ കാര്യങ്ങൾ എന്നോടല്ല ചോദിക്കേണ്ടത് എന്നും തീർച്ചയായിട്ടും നിങ്ങൾ മോനോട് ചോദിക്കുകയെന്നും അവൻ സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞു തരുമെന്നാണ് പറയുന്നത്. ഇല്ല, അതിന് മുമ്പ് ഒരു പ്രാവശ്യം ടോർച്ചും കൊണ്ട് തലക്കെട്ട് അടിച്ചിട്ടുണ്ട്. എൻ്റെ അനിയത്തിയുടെ എൻ്റെയും തലക്കെട്ട് അടിച്ചിട്ടുണ്ട്. സ്ഥിരം ഉപദ്രവിക്കാറുണ്ടോ? സ്ഥിരം എന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം എൻ്റെ അനിയത്തിയുടെ ഇങ്ങോട്ട് അടിച്ചിട്ട് ഇവിടെ 5 പേരുടെ പാട് വന്നതാ. ദിവസം വീട്ടിൽ പറഞ്ഞില്ലായിരുന്നു? അതുകൊണ്ട് പറഞ്ഞായിരുന്നു. മോൻ അച്ഛനോടൊന്നും പറയാറില്ല ഉപദ്രവിക്കുന്ന കാര്യം? ആ. അച്ഛൻ എന്താ പറയുന്നേ? അച്ഛൻ പറഞ്ഞ് ക്ഷമിച്ച് കളയാൻ പറയും. അതെനിക്കറിയില്ല. വെറുതെ ഇന്ന് ദേഷ്യം എന്നോടും വെറുതെ ദേഷ്യ. അച്ഛനും അമ്മയും വീട്ടിൽ എന്തെങ്കിലും അടി കൂടാറുണ്ടോ? ഇല്ല. അപ്പോൾ ഈ കുഞ്ഞുമോൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? അമ്മ നിരന്തരമായിട്ട് എന്നെയും ഈ മോളെയും അടിക്കാറുണ്ട് ദേഷ്യം പിടിക്കുമ്പോൾ എന്നൊക്കെയാണ് കുഞ്ഞു പറയുന്നത്. ഒരു പ്രാവശ്യം ടോർച്ച് കൊണ്ട് തലക്കടിച്ചിട്ടുണ്ട് എന്നെല്ലാം മകൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുഞ്ഞുമകൻ പറയുന്നു അച്ഛനോട് പല പ്രാവശ്യം ഈ അമ്മയെ ഒഴിവാക്കാൻ വേണ്ടി മകൻ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഈ അമ്മയുടെ പീഡനങ്ങൾ അത്രമാത്രം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ അമ്മയ്ക്ക് മാനസികമായി യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഈ അടുത്തുള്ള വീട്ടുകാരുമായിട്ടൊക്കെ ഒരുപാട് അകൽച്ച കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അമ്മ എന്ന് പറയുന്ന കഥാപാത്രം. എന്നാലും ഈ അമ്മയ്ക്ക് ഈ അച്ഛൻ്റെ അനുജനുമായിട്ട് അവിഹിതമുണ്ടായിരുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് രാത്രി ഈ കുട്ടിയോട് ഈ അമ്മ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ അന്ന് രാത്രി ഈ ഉറങ്ങുന്ന കുട്ടിയെ എടുത്തുകൊണ്ടുപോയി ഈ വൃത്തികെട്ടവൻ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അവസാനത്തെ ആ മരിക്കുന്നതിന് തൊട്ട് മുന്നിലത്തെ രാത്രി പോലും ഈ കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള വേദനിക്കുന്ന ഒരു വാർത്തയാണ് കേരളക്കരയിലേക്ക് എത്തിയത്. ഏവർ മനസ്സിനെയും വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇത്. ഇത്തരം മൃഗീയ മനസ്സുള്ള ചില മനുഷ്യന്മാർ നമ്മളെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ മക്കളെയൊക്കെ സ്കൂളിലേക്കൊക്കെ വിടാൻ ഇപ്പോൾ വളരെ പേടിയാണ്. കാരണം ഇത്തരം മനുഷ്യന്മാർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു മനുഷ്യൻ അതിൻ്റെ കാമക്കണ്ണോടുകൂടി 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ്റെയൊക്കെ ഒരു
ഉള്ളിലുള്ളത് എന്ന് തീർച്ചയായിട്ടും ഒന്ന് മൃഗത്തിനെ പോലും നാണിപ്പിക്കുന്ന അത്രയും വൃത്തികെട്ട രീതിയിലുള്ള മനസ്സുള്ള ചില മനുഷ്യന്മാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അതും ഈ കേരളക്കരയിൽ 2.5 വയസ്സുള്ള സമയത്താണ് ആ കുട്ടിയെ ആദ്യമായിട്ട് ആ വൃത്തികെട്ടവൻ പീഡിപ്പിക്കുന്നത്. ഇപ്പോൾ ആ കുട്ടിക്ക് 4 വയസ്സായിട്ടേ ഉള്ളൂ. അതിന് മുന്നേ ഏകദേശം 10ഓളം തവണ അദ്ദേഹം ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചിരുന്നെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ കുഞ്ഞ് ഈ വിവരം അമ്മയെ അറിയിക്കുകയും അമ്മ ദേഷ്യപ്പെട്ട ആ കുട്ടിയെ അടിക്കുകയും ഒക്കെ ഇതിന് മുന്നേ ചെയ്തിരുന്നു. ആ ഒരു മനോവിഷമത്തിലാണ് തീർച്ചയായിട്ടും ഈ അമ്മ ആ കുട്ടിയെ കൊണ്ടുവച്ച് കുളത്തിലേക്ക് എറിഞ്ഞത് എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും ആ അമ്മയും ദേഹം അറിയിക്കുന്നില്ല. അമ്മയും അവിധമായ എന്തോ ഒരു ബന്ധം ഈ കുട്ടിയുടെ അച്ഛൻ്റെ അനുജനുമായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും അതിന് അമ്മ വയങ്ങാതിരുന്ന സമയത്തോ മറ്റെന്തെങ്കിലും ഒരു സമയത്തോ ആണ് അദ്ദേഹം ആ കുട്ടിയുമായി അടുപ്പം സ്ഥാപിച്ചത്. അതുപോലെ തന്നെ ഈ കുട്ടി ഈ ചെറിയച്ഛനുമായി വളരെ സ്നേഹത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് എന്നും അതുപോലെ തന്നെ നേഴ്സറിയിൽ എത്തുന്ന സമയത്ത് ഈ കുട്ടി വേദന ഉണ്ട് എന്ന് നേഴ്സറിയിലെ ടീച്ചറോട് ഒരു പ്രാവശ്യം പറയുകയും ചെയ്തിരുന്നു. പഞ്ചായത്ത് മെമ്പർ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. പ്രതീക്ഷിക്കാത്ത വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കണം. നമ്മൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. കൊച്ചിൻ്റെ ആ മരണം നമുക്ക് ഇതുവരെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. അതോടുകൂടി ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം നമ്മൾ അറിഞ്ഞപ്പോൾ നമുക്കത് ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് 2 മാസം മുമ്പ് ഇങ്ങനെ അവൾ കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ ഇടയ്ക്ക് ഇങ്ങനെ കൊച്ചുങ്ങളെയും കൊണ്ട് വീട്ടിൽ പോകും, വൈകുന്നേരം തിരിച്ചു വരാറുണ്ട്. അന്ന് വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോൾ കൊച്ചിന് ഐസ്ക്രീമിലെങ്ങാണ്ട് വിഷം കൊടുക്കാനായിട്ട് നോക്കി. അതുപോലെ ടോർച്ചിനൊക്കെ അടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിയുടെ അമ്മയുടെ അമ്മ തിരിച്ചിവിടെ കൊണ്ടാക്കി. അപ്പോൾ അവരെന്നെ വിളിച്ചിങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ വിഷയങ്ങൾ വന്നപ്പോൾ ഇവളോട് നിർത്താനായിട്ട് നമുക്ക് അവൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾക്ക് കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയി എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ കൊച്ചിനെടുത്ത് അപ്പോൾ അമ്മയുടെ ഇടയ്ക്കൽ കൊച്ചിനെ നിർത്താൻ നമുക്ക് പേടിനെ ഏതെങ്കിലും കാരണവശാൽ ഇനിയും അങ്ങനെയുള്ള എന്തെങ്കിലും കൊച്ചിന് എന്തെങ്കിലും ചെയ്താലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് കാരണത്താലും നമുക്കങ്ങനെ നിർത്താൻ പറ്റില്ല. അപ്പോൾ കൗൺസിലിങ്ങിന് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും അമ്മയുടെ അമ്മയൊക്കെ കൂടി അങ്കമാലി LF കൊച്ചിന് കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയി. ശ്രദ്ധിച്ച് കാണും. ഇതിൻ്റെ മുന്നേ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഒക്കെ ഇടപെട്ട് തീർത്തതാണ് എന്നും ഈ കുട്ടികൾ ഇതിൻ്റെ മുന്നേ തന്നെ ഒരു പ്രാവശ്യം മെലിവശം കൊടുത്ത് കൊല്ലാൻ വേണ്ടി അമ്മ ഈ ഒരു ശ്രമം നടത്തിയിരുന്നു. അതിൽ പരാജയപ്പെട്ടതാണ്. ഈ അമ്മയ്ക്ക് മാനസിക വിഭ്രാന്തി ഉള്ളതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ മുന്നേയും കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഭർത്തൃ വീട്ടുകാരും അതുപോലെ തന്നെ ഈ അമ്മയുടെ വീട്ടുകാരുമായിട്ട് അത്ര നല്ല ഒരു രസത്തിലായിരുന്നില്ല പോയിരുന്നത്. അതും ഇതിലൊരു കാരണമാണ്. തീർച്ചയായിട്ടും വളരെ വേദനിപ്പിക്കുന്ന, കേരളക്കരയെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇത്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരിക്കണം. കാരണം ഇന്ന് ഒരു അച്ഛൻ്റെ നേരെ അനുജൻ വരെ കുട്ടികളെ പീഡിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ ആർക്കും വിട്ടുകൊടുക്കാതെ തീർച്ചയായിട്ടും അവരുടെ മുഖത്ത് ഒരു കണ്ണ് ആരെയും ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിക്കാൻ വേണ്ടി പറ്റുകയില്ല. നമ്മുടെ മക്കളെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച് തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് വളർത്തിക്കൊണ്ടു പോകണം. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തീർച്ചയായിട്ടും ഇനിയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ നിയമങ്ങൾ അത്തരം കർശനമായിട്ട് നമ്മുടെ നിയമങ്ങൾ പാലിക്കപ്പെടുന്നില്ല. അതിനുള്ള ഈ ലൂഫോൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ക്രിമിനലുകൾ സമൂഹത്തിലേക്ക് വീണ്ടും ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കപ്പെടുന്നത്. അവർക്ക് നിയമപരമായിട്ടുള്ള നല്ല ശിക്ഷ ഒരു കാരണവശാലും ഉറപ്പുവരുത്താൻ നമ്മുടെ നിയമ സംവിധാനത്തിന് കഴിയുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനം അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.